ഇപ്പോ എണ്ണി തുടങ്ങിയാൽ നാളെ ബാങ്ക് തുറക്കാൻ കഷ്ടിച്ചിനി 20 മണിക്കൂർ. ആ സമയത്തിനുള്ളിൽ എല്ലാവരെയും സെറ്റിൽ ചെയ്യണം. എങ്ങനെ? എന്തുറപ്പിന്മേൽ? എന്തുറപ്പിന്റെ പുറത്താടോ താൻ എല്ലാവർക്കും വാക്ക് കൊടുത്തേ? നാളെ നമ്മൾ 4 പേരും ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടാവില്ലെന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട്. ശരിയാണ്, നമ്മൾ തനിച്ചു പോയാൽ നമ്മുടെ മക്കൾക്ക് ഒരുപാട് നരയിക്കേണ്ടി വരും. അതുകൊണ്ട് അവരെ കൂടി കൂട്ടാം. ഒരപേക്ഷയുള്ളൂ, അവസാന ശ്വാസത്തിൽ പോലും അവരറിയരുത് അവരെ നമ്മൾ കൊണ്ടുപോവുകയാണെന്ന്. അധികം നോവിക്കാതെ വേണം. കുമാറെ, ഇപ്പൊ ഉള്ളത് കൊടുത്ത് ക്ലോസ് ചെയ്തേക്ക്, അല്ലെങ്കിൽ അവന്റെ കാടിളക്കം കേട്ട ആൾക്കാർ ഇപ്പൊ പറന്നെത്തും. അപ്പൊ ആൾക്കാർ ചോദിച്ചാലോ വാര്യർ സാറേ? അതുമല്ല, ഓഡിറ്റിംഗ് എന്നോ അക്കൗണ്ടിംഗ് എന്നോ പറയാം. ക്ലിയറിംഗ് ഇല്ലാന്ന് താൻ എല്ലാരോടും ഒന്ന് പറഞ്ഞേക്ക്. ഓക്കെ സാർ. മാഡം, അതൊന്നും കാര്യമാക്കണ്ട. ആ പവിത്രൻ ആളൊരു കച്ചടയാ. ഗൾഫിൽ പോയി 10 പുത്തനുണ്ടായപ്പോ ആൾക്കാർ ദുബായ് പവിത്രൻ എന്ന പേര് കൊടുത്തന്നേ ഉള്ളൂ. സ്വഭാവം ഇപ്പോഴും പഴയ കവലച്ചട്ടമ്പിയുടെയാ. നല്ല വെള്ളവുമായിരുന്നു. ക്ലിയറൻസ് നിർത്തിവെക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്കൊരു വഴി തോന്നുന്നു. അവൻ പോയി ആൾക്കാരെ കുത്തിത്തിരിക്കി വിടുന്നതിന് മുമ്പ് നമുക്ക് ബാങ്ക് ഇന്നത്തേക്ക് ക്ലോസ് ചെയ്താലോ? സ്റ്റാഫിന്റെ ആരുടെയെങ്കിലും റിലേറ്റീവ്സ് വല്ലവരും മരിച്ചുപോയെന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു ബോർഡൊക്കെ വെച്ചിട്ട്. മണ്ടത്തരം പറയാതൊരു വാര്യരെ. സംശയം തോന്നി വരുന്നവരുടെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന ഒരു ബാങ്കും അതിലൊരു അറിയിപ്പ് പലയും കണ്ടാൽ അവരങ്ങ് തിരിച്ചു പോയിക്കോളും തനിക്ക് തോന്നുന്നുണ്ടോ? പിന്നെ അത് മതി അവിടെ സംശയവും പേടിയൊക്കെ കൂടാൻ. പിന്നെ പത്രക്കാരും ചാനലുകാരും അതൊരു ആഘോഷമാക്കും. അങ്ങനെ ഒന്നും സംഭവിച്ചുകൂടാ. ഓഫീസ് ടൈം കഴിയുന്നതുവരെ തുറന്നു തന്നെ കിടക്കണം ബാങ്ക്. സേഫ് റൂമിൽ അവസാനത്തെ ചില്ലിക്കാശ് തീരുന്നിടം വരെ ഇടപാട് നടക്കുകയും വേണം. ശരിയാ, അങ്ങനൊരു കാര്യം ഞാൻ ഓർത്തില്ല. പിന്നെ നാളെ പവിത്രന്റെ അടക്കം സെറ്റിൽമെന്റിന്റെ കാര്യം എല്ലാം കൂടി തുക കുറച്ച് അധികം വേണ്ടി വരും. ഒക്കെ വരുമോടോ. നാളെ ആര് വേണമെങ്കിലും സെറ്റിൽമെന്റ് വന്നോട്ടെ. ഇനി ദുബായ് പൗത്രനല്ല, അവന്റെ തമ്പുരാൻ ഷെയ്ക്ക് വേണമെങ്കിൽ വരട്ടടോ. നമ്മൾ സെറ്റിൽ ചെയ്യും. അവസാന ശ്വാസം വരെ മേനോനും പ്രകാശം ഫിനാൻസും ഒരുത്തന്റെ മുമ്പിലും തലകുനിക്കില്ല. എന്താ സാർ, ഫണ്ട് വല്ലതും ഓക്കെ ആയോ? ആ ഷെട്ടി വല്ലതും? ലോകത്തിൽ ഒരു ഷെട്ടി മാത്രം ഉള്ളോടോ വാര്യരെ. എല്ലാം ശരിയാവൂടോ. ഇതിലും വലിയ മലവെള്ളം ഒഴുകുന്നിട്ടും ഒലിച്ചുപോകാതെ പിടിച്ചു നിന്നവരല്ലേ നമ്മൾ. ഡെപ്പോസിറ്റ് സെറ്റിൽ ചെയ്യണമെന്നും പറഞ്ഞ് വിളിക്കുന്നവരുടെയൊക്കെ നാളെ ബാങ്ക് തുറക്കുമ്പോൾ വന്ന് വരി വരിയായി നിന്നോളം പറയും.
നാളെ പതിവിലും നേരത്തെ തുറന്നേക്കണം. ആ പൂക്കാടനും ഷെട്ടിക്കൊന്നും മേനോന്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ പറ്റില്ലെന്ന് അവന്മാരൊന്ന് അറിഞ്ഞോട്ടെ. അപ്പോ പ്രശ്നങ്ങളൊക്കെ തീർന്നു? ആ, ഏകദേശം. എന്റെ ഗുരുവായൂരപ്പ, എനിക്ക് സന്തോഷമായി. അല്ലേലും മാഡം ആ പവിത്രനോട് ഇത്ര ധൈര്യത്തോടെ ഉറപ്പ് കൊടുത്തപ്പോഴേ എനിക്ക് തോന്നി എന്തോ നല്ലത് നടന്നിട്ടുണ്ടെന്ന്. ഇപ്പോഴാ എനിക്ക് ശ്വാസം ഒന്ന് നേരെ വീണത്. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഓ, ആ വരേ. ക്യാഷ് ബാലൻസ് എത്ര ഉണ്ടാവും ഇപ്പോ? അധികമൊന്നുമില്ല, ഏറിയ ഒരു 4-4.5 കാണും. എന്താ സാർ? അതിന്ന് ഒരു 3 രൂപ ക്യാഷ് ആയിട്ട് എനിക്ക് വേണം. എനിക്ക് ഇന്ന് തന്നെ ഒരാളെ സെറ്റിൽ ചെയ്യാനുള്ളതാ. ശരി, ഇപ്പൊ എത്തിക്കാം. ഓ, ഹലോ, അതെല്ലോ. ആരാ സംസാരിക്കുന്നത്? ഇല്ലല്ലോ അങ്ക്, വന്നിട്ടില്ല. അതെന്താ അങ്ങനെ ചോദിച്ചേ? എപ്പ വരുമെന്നറിയില്ല. വന്നാ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പറയാം. ശരി അങ്ക്, താങ്ക് യു. ഇത് എത്ര കോള അച്ഛനെ അന്വേഷിച്ച്. ഈ മേനോൻ സാർ എവിടെ പോയി കിടക്കുന്നു? ഞാനൊന്ന് വിളിക്കട്ടെ. ഹലോ, എന്താ എന്താ മോളെ? ഇതെവിടെ അച്ഛാ? ഞങ്ങൾ എത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ദാ വരുന്നടി. ചില്ലറ ഷോപ്പിംഗ് കൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉടനെ എത്താം. അമ്മ എവിടെ? അമ്മ അമ്പലത്തിൽ തൊഴാൻ കയറി. ആ, ദാ വരുന്നുണ്ട്. കൊടുക്കണോ? വേണ്ട, രണ്ടുപേരും കൂടെ പെട്ടെന്ന് ഇങ്ങ് വന്നാ മതി. ആ പിന്നെ മേനോൻ സാർ ഉണ്ടോന്ന് ചോദിച്ച എത്ര ഫോൺ കോളാ ഇന്ന് വന്നത്. ഞാൻ മറുപടി പറഞ്ഞ് മടുത്തു. ഡിസ്റ്റർബൻസ് ആണെങ്കിൽ മോള് റിസീവ് എടുത്ത് മാറ്റി വയ്ക്കേ, അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യണ്ട. ഓ, അതൊന്നും സാരമില്ല. അച്ഛൻ പെട്ടെന്ന് ഇങ്ങ് വാ. ശരി ശരി. അവള് ഗൗരി, പാവം. രണ്ടുപേരും കാത്തിരുന്ന് ബോറടിച്ചിട്ടുണ്ടാവും. പ്രാർത്ഥിച്ച കാര്യം എന്താണെന്ന് ചോദിക്കാനോ പറയാനോ പാടില്ലെന്നാണ് പറയാറ്. അങ്ങനെ പറഞ്ഞാൽ ഫലം കിട്ടില്ലെന്ന വെപ്പ്. ഇനിയിപ്പോ നമ്മളെ സംബന്ധിച്ച് ഒരു അത്ഭുതം സംഭവിക്കാനില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് പറഞ്ഞു. എന്താ താൻ പ്രാർത്ഥിച്ച്? പറയടോ. ചുമ്മാ ഒരു കൗതുകം. ഇവിടുന്ന് വീട് വരെയുള്ള ദൂരത്തിനിടയിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കണമെന്നാണോ? പിന്നെ അത് ഈ അച്ഛനെയും മക്കളെയും അടുത്ത ജന്മത്തിൽ എനിക്ക് തന്നേക്കണേന്ന്.
പാർസൽ പറയാം, താനും കൂടി വാ. മക്കൾക്ക് ഇഷ്ടമുള്ളതെല്ലാം പറയണം. ആ വാടോ. പ്രഭേ, കുടിക്കേ. ആ തനിക്ക് ഓർമ്മയുണ്ടോ പ്രഭേ, 10-24 കൊല്ലം മുമ്പ് ഈ തെരുവിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത്. ആദ്യമൊക്കെ നടന്നായിരുന്നു പിരിവ്, പിന്നൊരു റാലി സൈക്കിളിലായി, അത് പിന്നൊരു സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടറായി, അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ വീടായി, കാറായി, സൗകര്യങ്ങളൊക്കെയായി. ഇപ്പോ എല്ലാം നഷ്ടപ്പെട്ട് വീണ്ടും ഇവിടെ തിരിച്ചെത്തിരിക്കുന്നു. ഓർത്താൽ ജീവിതം എന്തൊരു തമാശയാ അല്ലടോ. അന്ന് അബ്ദുവിന്റെ കയ്യിൽ നിന്ന് ഒരു 10 രൂപ നോട്ടിൽ നിന്നായിരുന്നു തുടക്കം. ഇന്ന് അതേ അബ്ദുവിന് കാശ് കൊടുത്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അത് മറ്റൊരു തമാശ. താനിരിക്കെ, ഞാനൊന്ന് അബ്ദുവിനെ കണ്ടിട്ട് വരാം. തന്റെ വായിന്ന് ഇനി ഒരിക്കലും വഴക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് 2 ഞാനിവിടെ നടിക്കുന്നു, താൻ കണ്ണുരുട്ടി കാണിക്കുന്നു. താൻ പറഞ്ഞത് നേരെ, കൊതി തീർന്നിട്ടുള്ളൂ എനിക്ക്. അതൊക്കെ പോട്ടെ. അവരെ ഫേസ് ചെയ്യുമ്പോ ഇത്തിരി ധൈര്യം വേണം. 2 ഞാനിപ്പോ വരാം. അപ്പോഴേക്ക് എന്നെ പറയാനുള്ള വഴക്കൊക്കെ താനും ആലോചിച്ചു വയ്ക്കേ.
എന്താടാ കാത്തിരുന്ന് മോഷണോ? ഏയ് ഇല്ല, ഇവിടെ ഭയങ്കര രസമായിരുന്നില്ലേ? ഞാനും ചേച്ചിയും കൂടെ പാട്ടും ഡാൻസും. ഹോ, എന്തായിരുന്നു ഒരു മേളം. സത്യം പറഞ്ഞ നിങ്ങൾ ഇപ്പോഴെങ്കിലും വരില്ലേന്ന് പ്രാർത്ഥിക്കായിരുന്നു. എന്താ പോരെ? ഒന്ന് പോടി അവിടെ. ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് എത്ര നേരമായി? രണ്ടാളുടെയും പിണക്കം മാറിയപ്പോ ഞങ്ങളുടെ കാര്യങ്ങൾ മറന്നു. കൊള്ളാം, രണ്ടും നല്ല പാർട്ടീസാ. മറന്നു ആരാ പറഞ്ഞത്? ദാ രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ വാങ്ങിയല്ലേ ഞങ്ങൾ വന്നിരിക്കുന്നത്. പോരാത്തതിന് നിന്റെ ഫേവററ്റ് ഒരു ഐറ്റം ഉണ്ട്. എന്താന്ന് പറയാമോ? വേണ്ട, എനിക്ക് കേൾക്കണ്ട. എന്നാ കേക്കണ്ട. പക്ഷെ കഴിക്കാൻ നേരത്ത് കൈയിട്ട് വരാൻ വന്നേക്കരുത്. ക്ലബില് ശങ്കരേട്ടനോട് പറഞ്ഞ് സ്പെഷ്യലായി ഉണ്ടാക്കിയ നല്ല നാടൻ കോഴിപ്പിരട്ടൻ. എനിക്കങ്ങ് വേണ്ട. ഓ, അപ്പൊ അത് പറ. ക്ലബിലും കയറിയല്ലേ? വെറുതെ അല്ലേ ലേറ്റ് ആയത്? മേനോനെ കള്ളുമണക്കുന്നുണ്ട്. ദേ അമ്മ, ഇനി അച്ഛൻ ഡ്രിങ്ക്സ് കഴിച്ചു എന്ന് പറഞ്ഞേ ഞങ്ങളുടെ മുറിയിലേക്ക് ഉറങ്ങാൻ വന്നേക്കരുത്. ശരിയാക്കി തരുന്നുണ്ട് ഞാൻ. നീ എന്താണ് ഒന്നും മിണ്ടാത്തെ? അതോ അച്ഛനോടുള്ള പിണക്ക് ഇനിയും തീർന്നില്ലേ? അങ്ങനല്ലോ അമ്മ പറഞ്ഞത്. സോറി അച്ഛ, എന്നോട് ക്ഷമിക്കും. ഒന്നും അറിയാതെ ഞാൻ അച്ഛൻ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. സോറി അച്ഛ. അച്ഛനെ വിഷമിപ്പിച്ച് ഞാനൊന്നും ചെയ്യില്ല. എനിക്കെങ്ങോ പോകണ്ട. ഇന്ന് അച്ഛന് ഒരുപാട് സന്തോഷമുള്ള ദിവസം. എന്റെ മോൾക്ക് എന്നോടുള്ള പിണക്കം മാറി. അതുപോലെ ബാങ്കിലെ കുറെ കോംപ്ലിക്കേഷൻസ് മാറി കിട്ടി. അങ്ങനെ എല്ലാം കൊണ്ടും ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് അടിച്ചു പൊളിച്ച് ആഘോഷിക്കാൻ പോവാ. ഓ പിന്നെ, ഈ രാത്രിയിലല്ലേ അടിച്ചു പൊളിക്കാൻ പോകുന്നത്? ഞങ്ങളെ ഒന്നും കൂട്ടാതെ രണ്ടാളും കൂടെ പോയി സെലിബ്രേറ്റ് ചെയ്ത് വന്നിട്ട്. എടി നിങ്ങളില്ലാതെ ഞങ്ങൾക്ക് എന്തൊരു ആഘോഷമടി. നോക്ക്, നമ്മൾ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഈ പൂച്ചക്കുട്ടികളെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങും. എന്താ, അത് ആഘോഷമല്ലേ? പിന്നെ ഭയങ്കര വലിയ ആഘോഷമല്ലേ? അത് കഴിഞ്ഞേ ഉള്ളൂ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ പോലും. ഒന്ന് പോച്ച. ഇനി അച്ഛൻ നിന്നോടൊരു ഗുഡ് ന്യൂസ് പറയട്ടെ. ഓഹോ, ഇനിയുണ്ടോ സന്തോഷ വാർത്ത? പറ, പുളുവാണെങ്കിൽ കേൾക്കാൻ രസമുണ്ട്. കൊച്ചേ, നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങുവേ. അച്ഛന്റെ ഗായത്രി കുട്ടി പഠിക്കാൻ പോകുന്നു അങ്ങ് ലണ്ടനിലേക്ക്. നീ കണ്ണു പിടിക്കണ്ട, ഞാൻ പറഞ്ഞ സത്യ. ഇന്ന് അമ്മ പറഞ്ഞപ്പോഴാ നീ എത്രമാത്രം അത് ആഗ്രഹിക്കണമെന്ന് എനിക്ക് മനസ്സിലായത്. നാളെ മുതലേ യാത്രയ്ക്ക് കൊണ്ട് പേപ്പറൊക്കെ റെഡി ആയിക്കോളൂ. ചേച്ചി നിക്ക്, ഞാനും വരുന്നു. സത്യം ചെയ്ത് ഈ പറഞ്ഞ നേരാണെന്ന്. സത്യം. ഇനി ഇതെങ്ങാനും മാറ്റി പറഞ്ഞ വേണം നിങ്ങൾ തട്ടിക്കളെ. നോക്കിക്കോ. എന്തിനാ ഇപ്പൊ അവൾ അങ്ങനെ മോഹിപ്പിച്ചത്? വേണ്ടിയിരുന്നില്ല സത്യേട്ട. വേണം, ഏറിയാൽ ഒന്നോരണ്ട പഠിക്കൂ. അത്ര നേരെ വെക്കലും എന്റെ മക്കളും സന്തോഷിച്ചോട്ടെ. ഈ രാത്രിയിൽ അത്രയെങ്കിലും ഞാൻ അവർക്കൊണ്ട് ചെയ്യണോ? എല്ലാം തീരുമാനിച്ചാണ് നമ്മള്. അവസാനത്തെ അത്താഴമാണെന്ന് നമുക്കേ അറിയൂ. അവരൊന്നും അറിയരുത്, അറിയിക്കരുത്. ചെറിയൊരു സംശയം തോന്നിയാൽ പോലും ഓർമ്മ വേണം. വേണ്ട, ഞമ്മളൊപ്പം
അത്യാവശ്യത്തിന് വിളിക്കുമ്പോ ഫോൺ കിട്ടില്ല. ഹലോ, കഴിഞ്ഞില്ലേ ഇതുവരെ? കോള് കണക്ട് ആവുന്നില്ല. ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഇന്ന് നെറ്റിൽ ഡൽഹിയിൽ നിന്ന് തിരിക്കുമെന്ന് അജോ പറഞ്ഞത്. ചിലപ്പോ ട്രാവലിംഗിലായിരിക്കും, അതാ കിട്ടാത്തെ. ഇതുവരെ ദുഃഖപുത്രി കളിച്ച് നടന്ന ആളുടെ ആവേശം കണ്ടില്ലേ? Yes. ഞാൻ ഭയങ്കര എക്സൈറ്റഡാ മോളെ. എന്റെ സന്തോഷം എത്രയാണെന്നേ നിനക്കൊന്നും പറഞ്ഞ മനസ്സിലാവില്ല. എന്നാല് അധികം സന്തോഷിക്കണ്ട. അച്ഛൻ ഇപ്പൊ പൊയ്ക്കോളാൻ പറഞ്ഞതേ ഇപ്പോഴത്തെ ഫിറ്റിന്റെ പുറത്തായിരിക്കും. നാളെ കള്ളിറങ്ങുമ്പോ ചിലപ്പോ പഴയ പല്ലവി ആവർത്തിച്ചാലോ? പൊടി, അച്ഛൻ അങ്ങനെയൊന്നും പറയില്ല, എനിക്ക് ഉറപ്പുണ്ട്. ചേച്ചി, അച്ഛനും അമ്മയും നമ്മളെ എത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് കണ്ടല്ലോ. അവരെ നമ്മളായിട്ട് ഒരിക്കലും സങ്കടപ്പെടുത്താൻ പാടില്ല. ഇല്ല മോളെ, ഇപ്പോ അച്ഛൻ സമ്മതിച്ചില്ലേ, അതുപോലെ ഈ കാര്യത്തിലും അച്ഛനും അമ്മയ്ക്കും എന്നെ മനസ്സിലാവും. പിന്നെ നീയുണ്ടല്ലോ എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ, അതാ എന്റെ ധൈര്യം. വാ. ഇനി എന്താ? മഷ്റൂമിങ് എടുത്തേ. ഇന്നെന്താ അച്ഛനാണോ സെർവ് ചെയ്യുന്നേ? അതേലോ, ഒരു ചേഞ്ച് ആയിക്കോട്ടെ. അച്ഛന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകുറ്റം ഉണ്ടെങ്കിൽ എന്റെ പൊന്നുമക്കൾ ക്ഷമിച്ചേക്കണ അച്ഛനോട്. ഈശ്വര, എന്താ ഇത്? ഇവിടെ എന്താ ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നോ? മനുഷ്യൻ തന്നെ വയറുപൊട്ടി ചത്തുവല്ലോ. ചാവുന്നെങ്കിൽ ചാവട്ടെ, വയറ് നിറഞ്ഞിട്ടല്ലേ, അല്ലാതെ പട്ടിണിയൊന്നും ഇവിടെ ആരും ചാവുന്നില്ലല്ലോ. നമുക്ക് 2 ക്യാൻഡിലും കൂടെ കത്തിച്ച് വെച്ചാലോ അച്ഛാ? അപ്പൊ പിന്നെ ചുളിവിനെ ഒരു 7 കോഴ്സ് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ആക്കായിരുന്നു. പക്ഷേ വേണ്ടടാ, നമ്മളിങ്ങനെ ഫുൾ വെളിച്ചത്തിലിരുന്ന് എല്ലാവരുടെയും മുഖമൊക്കെ കണ്ട് തമാശയൊക്കെ പറഞ്ഞ്, അതല്ലേ അതിൻ്റെ ഒരു സുഖം. മോളിരിക്കെ. അമ്മ കിളി എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ഞാൻ എന്ത് മിണ്ടാനാ? നിങ്ങൾ അച്ഛനും മക്കളും ആവശ്യത്തിൽ കൂടുതൽ സംസാരിക്കുന്നുണ്ടല്ലോ. ഓ, അങ്ങനെ. അപ്പൊ തുടങ്ങാം. ഗൗരി, ഇങ്ങ് തന്നേ. ഞാൻ തരില്ല. ഗൗരി, കാണിത് നിർത്തട്ടെ. ഇങ്ങ് താ ഗൗരി. തരില്ല. നീ അടി വാങ്ങും കേട്ടോ ഗൗരി. അച്ഛൻ ഇത് കണ്ടോ? ഇവിടെ കാര്യം. ഞാൻ കഴിച്ചോളാം. ഇങ്ങ് തന്നെ. എടി ഗൗരി, ഇവിടെ ഒരു കാര്യം. ഗൗരി, അച്ഛൻ ഇത് കണ്ടോ? ശരി, മര്യാദയ്ക്ക് ഇത് കഴിക്കുക ഗൗരി. അതൊക്കെ കഴിക്കണ്ട ചേച്ചി. നിനക്ക് നിന്റെ പാത്രത്തിൽ നിന്ന് കഴിച്ചാ പോരെ? ഇത് ഞാൻ എന്റെ ഇങ്ങ് താകില്ല. അച്ഛൻ ഇത് കണ്ടോ? ഇങ്ങ് താ ഗൗരി. തല്ലുപിടിക്കണ്ട, ഇത് അതെടുത്ത് കഴിച്ചോളൂ. ഇത് എവിടുന്ന് അച്ഛൻ ഫുഡ് വാങ്ങിയേ? ഇതൊരു പുതിയ റെസ്റ്റോറന്റ് മോളെ. എങ്ങനെയുണ്ട്? കൊള്ളാം, ഒരു ഡിഫറെന്റ് ടേസ്റ്റ്. ഓ, പിന്നെ ഇയാള് വലിയൊരു ഫുഡ് ഇൻസ്പെക്ടർ. പൊടി, ഞാൻ പറഞ്ഞത് ശരിയല്ലേ അമ്മേ? ശരിയാ, പുതിയ ഷെഫിന്റെ ആവും. ഇയാള് കഴിക്കേ. എത്ര വലിയ ഷെഫായാലും നമ്മുടെ ക്ലബിലെ ശങ്കരേട്ടന്റെ അത്ര വരില്ല. എന്തൊരു കൈപ്പുണ്യ. ഓ, ഒടുക്കത്തെ രുചിയാ. ശരിയാ, ഒടുക്കത്തെ രുചിയാ.